രാജു, ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ഭരണഘടന എന്ന് ലളിതമായി പറയാമോ? ഒരു രാജ്യത്തിന്റെ ഭരണത്തെ സംബന്ധിച്ച അടിസ്ഥാന നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു സംഹിതയാണ് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, അല്ലേ? ഗാന്ധിജി എന്താണ് പറഞ്ഞത്? അതെ, ഗാന്ധിജി യങ് ഇന്ത്യ എന്ന പത്രത്തിൽ 1931 എഴുതിയതിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ശബ്ദമുണ്ടാകണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും സൗഹാർദ്ദത്തോടെ ജീവിക്കണം. തൊട്ടുകൂടായ്മയും ലഹരിവസ്തുക്കളുമില്ലാത്ത ഇന്ത്യയായിരിക്കണം. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകളും അനുഭവിക്കണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഭരിക്കാൻ ഒരു സംവിധാനമുണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി രൂപീകരിച്ച സമിതി ഏതാണ്? അതാണ് ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്വന്റ് അസംബ്ലി. എപ്പോഴാണ് രൂപീകരിച്ചത്? 1946 ഡിസംബർ 9. ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന പ്രധാന അംഗങ്ങളാരൊക്കെയായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, TT കൃഷ്ണമാചാരി, HC മുഖർജി, സരോജിനി നായിഡു, അംബു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ തുടങ്ങിയ പ്രമുഖർ അതിലുണ്ടായിരുന്നു. ഭരണഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നിർവചിക്കുന്ന ഒരു പ്രമേയം സമിതിയിൽ അവതരിപ്പിച്ചല്ലോ. ഏതാണത്? അത് ലക്ഷ്യപ്രമേയമായിരുന്നു, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ. ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു, 1946 ഡിസംബർ 13. ഈ പ്രമേയം രാജ്യത്തിന്റെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, പൗരന്മാർക്ക് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ എത്ര കാലമെടുത്തു? ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഭരണഘടനയെ സമിതി അംഗീകരിച്ചതെപ്പോഴാണ്? അത് നിലവിൽ വന്നതെപ്പോഴാണ്? അംഗീകരിച്ചത് 1949 നവംബർ 26. അതുകൊണ്ടാണ് ഈ ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നുള്ള പ്രധാന ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണവ? അതെ, പല രാജ്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ കടമെടുത്തു. ബ്രിട്ടൻ ഏക പൗരത്വം, പാർലമെന്ററി ഭരണസമ്പ്രദായം. USA മൗലികാവകാശങ്ങൾ, ആമുഖം. കാനഡ ഫെഡറൽ ഭരണരീതി, യൂണിയൻ സ്റ്റേറ്റ് അധികാര വിഭജനം. അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ്. ഭരണഘടനയുടെ ആമുഖം എന്താണ് പറയുന്നത്? ആമുഖം ഭരണഘടനയുടെ സത്തയും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നു. നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്നു തുടങ്ങുന്ന ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന. ഫെഡറൽ സംവിധാനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം വിഭജിച്ചിരിക്കുന്നു. മൗലികാവകാശങ്ങൾ, പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ. മതേതരത്വം, എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു. പാർലമെന്ററി ഭരണരീതി. വളരെ നന്ദി രാജു. ഭരണഘടനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഈ സംഭാഷണത്തിലൂടെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. എനിക്കും അങ്ങനെ തന്നെ രാധേ.